ഓക്കെ, ചാപ്റ്റർ 6 ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. അപ്പോൾ സാമൂഹിക ഉത്തരവാദിത്വം സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സാമൂഹിക ആണ്. ഇറ്റ് മീൻസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ് ടു ആക്ട് ഇൻ എ മാനർ വിച്ച് വിൽ സെർവ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് സമൂഹത്തിന് നല്ല സാമൂഹിക താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വേണം ബിസിനസ് തുടങ്ങാൻ എന്നുള്ളതാണ് പറയുന്നത്. എ ബിസിനസ് ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബിസിനസ് എന്നൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സാമൂഹികമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. Therefore, it must have a several responsibility towards various industry group. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ സാമൂഹിക പ്രതിബദ്ധത മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ വേണം ഒരു ബിസിനസ് സ്ഥാപനം പ്രവർത്തിക്കാൻ എന്നാണ് പറയുന്നത്. ദേ ആർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന്, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ഓണേഴ്സ്, ഓണറോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടു എൻഷുർ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓണറാണല്ലോ, ചെയ്ത തുകയ്ക്ക് സേഫ്റ്റി സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയണം. ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് റെഗുലർ ഡിവിഡൻഡ് ഓർ പ്രോഫിറ്റ്, ന്യായമായ ഡിവിഡൻറ്റും പ്രോഫിറ്റും ഓണർക്ക് കിട്ടണം. പ്രൊവൈഡ് കറക്റ്റ് ആൻഡ് റെഗുലർ ഇൻഫർമേഷൻ അബൌട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് കറക്റ്റും റെഗുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകാൻ കഴിയണം. മേക്ക് എഫോർട്സ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഷെയർസ്, ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ എഫോർട്സും ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൺസ്യൂമർ ഉണ്ട്, കൺസ്യൂമറുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ് ആണ്. കൺസ്യൂമർക്ക് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ക്വാളിറ്റി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ന്യായമായ വിലയ്ക്ക്. അവോയ്ഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് ഒഴിവാക്കുക. എഡ്യൂക്കേറ്റിംഗ് ദ കൺസ്യൂമർ ഓൺ പ്രോഡക്റ്റ് യൂസേഴ്സ് ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ്, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിനുള്ള കൺസ്യൂമറെ എന്ത് ചെയ്യുക? അതിനുള്ള അവയർനെസ് കൊടുക്കുക, അവരെ അതിനുള്ള പരസ്യമൊക്കെ കൊടുത്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കുക. പ്രൊവൈഡ് റൈറ്റ് സർവീസ് ടു കൺസ്യൂമർക്ക് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം? സർവീസ് കൊടുക്കണം. പിന്നെ ഹാൻഡ്ലിങ് കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് വിത്ത് കോർട്ടസി ആൻഡ് സിമ്പതി, കാരണം ഒരു കംപ്ലൈൻറ്റ് കസ്റ്റമർ പറഞ്ഞാൽ അത് മര്യാദയോടുകൂടി അതിനെ പരിഗണിക്കുകയും അത് പരിഹാരം കാണുകയും ചെയ്യണമെന്നുള്ളത്. പിന്നെ റെസ്പോൺസിബിലിറ്റി ബേസ് എംപ്ലോയീസിനോട് എന്ത് റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്നത്? ഒന്ന്, ടു പ്രൊവൈഡ് എ ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്, അവർക്ക് ന്യായമായ ശമ്പളമൊക്കെ നൽകുക എന്നുള്ളതാണ്. അടുത്ത ടു പ്രൊവൈഡ് എ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, അവർ ജോലി ചെയ്യുന്ന സ്ഥലം നല്ല രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കണം കമ്പനിയിൽ. അടുത്ത അവോയ്ഡിങ് ഡിസ്ക്രിമിനേഷൻ എമംഗ് എംപ്ലോയീസ്, തൊഴിലാളികളോട് എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് പാടില്ല. ടു പ്രൊവൈഡ് എ വെൽഫെയർ സ്കീം ലൈക്ക് ഹൗസിംഗ്, മെഡിക്കൽ ഫെസിലിറ്റി എക്സെട്ര, ഇങ്ങനെയുള്ള വെൽഫെയർ സ്കീമുണ്ട്. ഇവർക്കുള്ള തൊഴിലാളികൾക്കുള്ള കുറേ ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ വീട് വയ്ക്കുന്നതിന് മെഡിക്കൽ ഫെസിലിറ്റിയും ഇങ്ങനെയുള്ള കുറേ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാനൂടെ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് എംപ്ലോയീസ് പറയുന്നത്. ഇനി ഗവൺമെൻറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ് ബിസിനസ്സിന്? ഒന്ന്, ടു പേ ടാക്സ് പ്രോംപ്റ്റ്ലി ആൻഡ് റെഗുലർലി, കൃത്യസമയത്ത് ടാക്സ് എന്ത് ചെയ്യണം? അടയ്ക്കുക എന്നുള്ളതാണ്. ടു കോഓപ്പറേറ്റ് വിത്ത് ഗവൺമെൻറ് ഇൻ സോൾവിങ് നാഷണൽ പ്രോബ്ലംസ് സച്ച് ആസ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ ഗവൺമെൻറ്റിന് പ്രശ്നങ്ങളുണ്ട്, കാരണം നാഷണൽ പ്രോബ്ലംസ് ഉണ്ട്, ദേശീയമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ദാരിദ്ര്യവും തൊഴിലില്ലായ്മ ഒക്കെ രൂക്ഷം. അപ്പോൾ നമ്മൾ അത് ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കണം. ഇപ്പോൾ നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തൊഴിലവസരങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്ക് സാധ്യമാകും. അപ്പോൾ അത് ഗവൺമെൻറ്റുമായിട്ട് എന്ത് ചെയ്യുക? കോഎക്സിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കോഓപ്പറേറ്റ് ചെയ്ത് പോകുക, സഹകരിച്ച് മുന്നോട്ട് പോകണം. ടു ഫോളോ ദ ലോ പാസ്ഡ് ബൈ ദ ഗവൺമെൻറ് പാസ് ചെയ്യുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുക. ടു സെറ്റ് അപ്പ് ന്യൂ വെഞ്ചർ ഇൻ എ ബാക്ക്വേർഡ് ഏരിയ, പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങാൻ മുൻകൈ എടുത്ത് മുന്നോട്ട് വരിക. അപ്പോൾ ഗവൺമെൻറ്റിനുള്ള സപ്പോർട്ട് കൂടിയാണ്. അടുത്ത റെസ്പോൺസിബിലിറ്റി ബേസ് കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹത്തിനോട് എന്തൊരു ഉത്തരവാദിത്തമാണ്? ഒന്ന്, പ്രൊവൈഡിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ. എല്ലാവരുടെയും കയ്യിൽ സാമ്പത്തികമായി എല്ലാവരും സുസ്ഥിരത അല്ലെങ്കിൽ സാമ്പത്തിക സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. രണ്ട്, പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജനങ്ങളുടെ കുറേ താല്പര്യങ്ങൾ നമ്മൾ ബിസിനസ്സിലൂടെ സംരക്ഷിക്കാൻ കഴിയും. പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ടു ലോക്കൽ പീപ്പിൾ, നമ്മുടെ ലോക്കലിയുള്ള ജനങ്ങൾക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ചെറിയൊരു പ്രദേശത്ത് ബിസിനസ്, ആ ലോക്കലിയുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? തൊഴിൽ കിട്ടണം. അപ്പോൾ അങ്ങനെ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻ്റ് ആണ്, അവർക്ക് തൊഴിലാണ് നമ്മൾ നൽകുന്നത്. എൻഷുറിങ് നോൺ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് സെക്സ്, റിലീജിയൻ, അതായത് ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവും പാടില്ല. ഏതിൻ്റെ പേരിൽ? നമ്മൾ ആണ് പെണ്ണ്, സെക്സിൻ്റെ പേരിലോ റിലീജിയൻ, മതം, ജാതി ഇങ്ങനെ പേരിലൊന്നും ഒരു വേർതിരിവും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് റെസ്പോൺസിബിലിറ്റി ബേസ് കമ്മ്യൂണിറ്റി, സമൂഹത്തിനുള്ള നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയൊന്ന് വായിച്ച് നോക്കാമല്ലോ? ഇത്രയൊന്ന് വായിച്ച് നോക്കി.